2 മാസം മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെറോ സിമെന്റിൽ ആണ് നമ്മൾ TV യൂണിറ്റ് ചെയ്തത് എന്നുള്ളത്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം കണ്ടോട്ടോ. ഇനി ഞാൻ പറയുന്നൊരു കാര്യം ഈ ഒരു സംഭവമാണ്. ഇത് ഫെറോ സിമെന്റിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇതിനകത്ത് ഇനി പ്ലൈവുഡ് MDF വെച്ചിട്ട് കാർപ്പൻറ്റർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് MDF പ്ലൈവുഡിലോ ചെയ്യേണ്ട വർക്കാണ് നമ്മൾ ഫെറോ സിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫെറോ ചെയ്യാൻ വന്ന ആളും പറഞ്ഞു ഇങ്ങനെയൊന്നും TV യൂണിറ്റ് ഫെറോയിൽ ചെയ്യാറില്ല, അവർ ജസ്റ്റ് വാളിൽ ഇങ്ങനെ ചെറിയൊരു മൗൾഡ് പോലെ ഒക്കെ ചെയ്യലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് വന്ന എൻ്റെ ഒരു സുഹൃത്ത് രതീഷ് കേട്ടോ, TV യൂണിറ്റും അതുപോലെ വാർഡ്രോബും എല്ലാം ഫെറോ സിമെന്റ് തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ രതീഷ് ഇത് കണ്ടിട്ട് രതീഷും പറഞ്ഞത് ഫെറോ സിമെന്റിൽ ഇങ്ങനെയൊന്നും ചെയ്യണത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് രതീഷ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ ഫെറോ സിമെന്റിൽ ചെയ്ത TV യൂണിറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാട്ടോ സംഭവം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചെയ്തത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതായത് നേരത്തെ ഫോട്ടോയും നേരത്തെ വീഡിയോയും ഇതും കൂടെ കാണുമ്പോൾ തന്നെ എന്തൊരു മാറ്റം വന്നു. അപ്പോൾ ഇത് തീർത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെറോ ഫുൾ എല്ലാ ഈ ചുമരിലൊക്കെ കോണ്ടാക്ട് വരുന്ന അല്ലെങ്കിൽ വെട്ടുകല്ലുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഫെറോയിൽ ചെയ്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെയെങ്കിലും ചെറിയൊരു പോർഷനെങ്കിലും ചുമരിലേക്ക് സ്ക്രൂ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ മൾട്ടിവുഡ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു പീസൊക്കെ ഈ ഡോറിൻ്റെ സൈഡൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫെറോണ്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഒന്ന് സ്റ്റെബിലിറ്റിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. വിശ്വാസം അല്ലേ എല്ലാം. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ ചെതലിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യത 0% ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെട്ടുകല്ലിലേക്ക് ഒരിക്കലും ഈ ഒരു MDFന്റെ ഭാഗമോ അല്ലെങ്കിൽ പ്ലൈവുഡിന്റെ ഭാഗമൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ പോർഷൻ കണ്ടോ, സെൻട്രൽ പോർഷനിൽ നമ്മൾ ഉള്ളിലൊരു പ്ലഗ് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ശരിയാക്കി എടുക്കണം, TVയുടെ കണക്ഷനും മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു 3 ഡ്രോ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു മടിയിലുണ്ട് കേട്ടോ, കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഇതിൽ കിട്ടും. അയ്യോ, ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോറ് കൂടെ തുറന്ന് ഓക്കെ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കിട്ടി കേട്ടോ. അപ്പോൾ അടിയിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റായിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. TV കാര്യങ്ങളൊക്കെ വെച്ച ശേഷം ചെയ്യുന്നേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യല്ലേ വിചാരിച്ചിട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്, വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിവുഡിൻ്റെ ഒരു പീസാണ് ഈ കാണുന്നത്. ഇത് മൾട്ടിവുഡാണ്, ഇത് ലാമിനേറ്റഡ് MDF ആണ്. പിന്നെ ഈ ഭാഗം പ്ലൈവുഡാണ്. കൊമേഴ്ഷ്യൽ പ്ലേ തന്നെയാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ പ്ലേ തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലൈവുഡ് തന്നെയാണ് എടുത്തത്. പിന്നെ ഇത് മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ആ ഒരു ബ്ലാക്ക് ഡ്രോ ഉണ്ടല്ലോ, അതും ലാമിനേറ്റഡ് MDF തന്നെയാണ്. അപ്പോൾ TV യൂണിറ്റ് നമ്മൾ പല വീട്ടിലും ശ്രദ്ധിച്ച് കാണും. നമ്മൾ ആദ്യം തന്നെ TV എവിടെ വെക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു 99.9% വീടുകളിലും ഇപ്പോൾ TV ഉണ്ടല്ലോ. TV പറഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ്. പണ്ട് നമ്മൾ TV ഒഴിവാക്കിയിരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കില്ല, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കില്ല, TVയുടെ മുമ്പ് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ TVയിലൂടെ തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ 100% വീടുകളിലും TV ഇന്നുണ്ട്. അപ്പോൾ TV യൂണിറ്റിന് അല്ലെങ്കിൽ TVക്ക് ഒരു പ്രത്യേക സ്പേസ് കണ്ടെത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലത്തെ ഈ ജനലിലൊക്കെ ക്ലാമ്പ് ചെയ്തിട്ട് TV ഒക്കെ വെച്ച വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 2-3-4 സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ TV വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് ശ്രദ്ധിക്കില്ല എവിടെയാണ് TV വെക്കുക എന്നുള്ളൊരു ധാരണയൊന്നും നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ വീട് പണിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോർഷൻ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരു കോട്ടിയാടിന് വെച്ച സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തിൽ നമ്മൾ TV യൂണിറ്റ് എന്ത് ചെയ്യും എന്നറിയാതെ ഇരുന്ന സമയത്ത് നമ്മൾ അത് ഇന്റേണൽ കോട്ടിയാട് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സംഭവം തന്നെ മാറ്റി. ഇന്റേണൽ കോട്ടിയാട് ഇല്ല വീടിനകത്ത്, അത് മാറ്റി നമ്മൾ അവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യുകയും ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ ഈ TV യൂണിറ്റിൻ്റെ വീഡിയോ ഒരുപാട് മുമ്പ് എടുത്തു വെച്ചാണ്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞു. അപ്പോൾ ടി വി ഒക്കെ മേടിച്ചിട്ടുണ്ട്. ടി വി VU എന്ന് പറഞ്ഞ കമ്പനിയുടെ ടി വി ആയിട്ട് മേടിച്ചത് 43 ഇഞ്ച് 4K ആണ്. 33,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നത്. നമ്മുടെ ഇബാദ് റഹ്മാൻ ടെക് ഒക്കെ റിവ്യൂ ചെയ്തൊരു വീഡിയോ ആണ്. ടി വിയെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ. ഹാപ്പിയാണ്. അത്യാവശ്യം തിരക്കടൊന്നുമില്ല. മറ്റേ എന്താണ് വോയിസ് റെക്കോർഡല്ല, നമ്മൾ മാജിക് റിമോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിലേക്ക് പോകാൻ പറ്റും. ടൈപ്പ് ചെയ്യാനുള്ള പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ അതിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടി വിയുടെ ഒരു ഓവറോൾ ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ മുമ്പത്തെ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് മുഴുവൻ ഫെറോസിമേൽ ചെയ്യാൻ എനിക്ക് ഏകദേശം ചിലവ് വന്നത് 25,000 രൂപ മാത്രം കേട്ടോ, വാർഡ്രോബ് ഉൾപ്പെടെ. അപ്പോൾ ഞാൻ വാർഡ്രോബ് ചെയ്ത ഒന്ന് കാണിച്ചാൽ ഇവിടെ കുറച്ച് വെളിച്ചത്തിനൊരു പ്രശ്നമുണ്ട്. ഇതാണ്ടോ, വാർഡ്രോബിൻ്റെ അടിയത്തെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് മൾട്ടിവുഡാണ്. കാരണം നമ്മൾ മോപ്പിട്ട് തുടക്കുമ്പോഴൊക്കെ വെള്ളം തട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മുകൾ ഭാഗം എന്ന് പറയുന്നത് ലാമിനേറ്റഡ് ഷീറ്റാണ്. ഞാൻ വെളിച്ചം മുകളിലത്തെ റൂമിൽ നന്നായിട്ട് വെളിച്ചമുണ്ടാകും, അവിടെ പോയിട്ട് ആ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ സെയിം കളർ ലാമിനേറ്റഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കിച്ചൺ ചെയ്തത് അലുമിനിയം ഫാബ്രിക്കേഷൻ വെച്ചിട്ടാണോ കിച്ചൺ ചെയ്തത്. മേലെ ഒരു റൂമുണ്ട്, ആ റൂമിൽ നല്ല വെളിച്ചമുണ്ടാവും. അവിടെ ചെന്നിട്ട് ഞാൻ ഇതിൻ്റെ കാര്യം കാണിച്ചു തരാം. എന്ത് വാർഡ്രോബിൻ്റെ അപ്പോൾ ആ ഡ്രോബിൻ്റെ ഒന്ന് തുറന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇത് കണ്ടോ, ഫെറോ തന്നെയാണ്. ഫെറോയിൽ പ്ലൈവുഡ് അടിച്ചിട്ടാണ് ഡോറ് വെച്ചിട്ടുള്ളത്. ചുമരായിട്ട് എവിടെയും കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ. പ്ലൈവുഡ് ആയാലും മൾട്ടിവുഡ് ആയാലും ചുമരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സേഫാണ്. മേലത്തെ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ ഇതിൽ മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കേട്ടോ. ടി വി യൂണിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ഫെറോയിൽ ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ നിങ്ങൾ എന്തുവാണെന്ന് ചെയ്യാനൊരു ധൈര്യമാണോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ ഒരു പെട്ടെന്നൊരു ധൈര്യക്കുറവൊക്കെ പല സമയത്തും ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ ഫിനിഷ് ചെയ്യും എന്നുള്ള രീതി. കാരണം MDF ഇതിനകത്ത് സ്ക്രൂ ചെയ്യുമ്പോൾ ഫെറോ പൊട്ടുമോ, അതല്ലെങ്കിൽ ഈ ഇതിനകത്ത് മൈക്ക് ഒട്ടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാമെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിത് ചെയ്യണ സമയത്ത് ഒരു രസം കേട്ടോ, ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റേതായ ഡിസിഷനിലൂടെ കേട്ടോ ചെയ്തത്. അതായത് ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ അല്ലെങ്കിൽ ഒരു കാർപ്പൻറ്ററെ പോലും കാണിക്കാതെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത എൻ്റെ സുഹൃത്ത് രതീഷിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രതീഷ് ഡെഡിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു 5 ദിവസം ഇനി ഹൗസ് വാമിങ്ങിനുള്ളൂ എന്നാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. സ്റ്റിൽ ഇപ്പോഴും ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രതീഷ് രാവിലെ ഒരു 10 മണിക്ക് വന്ന് രാത്രി 2 മണി വരെ ഇരുന്നുണ്ട് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പറഞ്ഞ സമയത്ത് തന്നെ ദിവസം നെക്സ്റ്റ് ഡേയും അതുപോലെ തന്നെ രാത്രി 2 മണി വരെ വർക്ക് ചെയ്ത് ആൾ പോകുമായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വാർഡ്രോബുകളും അതുപോലെ ഈ ടി യൂണിറ്റ് അതുപോലെ ഈ ബാക്കിൽ കാണുന്ന നമ്മൾ ഈ ഷോക്കേസ് ഉണ്ടല്ലോ, ഈ ഷോക്കേസ് മുഴുവനായിട്ട് MDF ആണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫെറോ സിമെന്റ് വെച്ചിട്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ രതീഷ് വളരെ സിൻസിയറായിട്ട് ചെയ്തു തന്നു കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. വർക്കെല്ലാം അടിപൊളിയാണ്. നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് രതീഷിനോട് നന്ദി പറയാണ്. പ്രത്യേകിച്ച് കറക്റ്റ് സമയത്ത് ചെയ്തു തന്നത് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ആ ഒരു ഫീൽഡ് വലിയൊരു എനിക്ക് തോന്നുന്നു വലിയൊരു ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഈ വീടിൻ്റെ മുഴുവനായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു കൊട്ടേഷൻ കിട്ടിയത് എബോവ് 6 lakh ആയിരുന്നു കേട്ടോ, കിച്ചൺ ഉൾപ്പെടെ. അത് ഒരു ഹൊറിബിളായി തോന്നി എനിക്ക്. അന്ന് തന്നെ ഞാനാകെ പേടിച്ചു. കാരണം വീട് പണി തുടങ്ങിയ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു എനിക്ക് അവരൊരു കൊട്ടേഷൻ അയച്ചു തന്നത്. അപ്പോൾ അറിയാലോ അത്രയൊന്നും കോസ്റ്റ് വന്നില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു കോസ്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ രതീഷിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ രതീഷ് ചെയ്ത ഏതാനും വർക്കുകളായിരിക്കും ലാസ്റ്റ് ഈ വീഡിയോൻ്റെ അവസാനം കാണുന്നുണ്ടാവുക. അതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ രതീഷിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ടി വി യൂണിറ്റ് ടി വി എവിടെ ഫിക്സ് ചെയ്യുമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കാറില്ല പലരും എന്നുള്ളതൊരു സത്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടി വിയെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ വീടിരിക്കലിൻ്റെ ഒരു 3-4 ദിവസം മുമ്പായിരിക്കും ടി വി മേടിക്കേണ്ടതെന്ന് ചിന്തിക്കുക. അപ്പം അങ്ങനെ ടി വി കൂടുന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ജനലിലോ മറ്റോ ആയിട്ട് അത് ക്ലാമ്പ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട് പണിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോ മറ്റോ ആണെന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്ഥലം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ്.
കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും പലർക്കും ഉപകാരപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീട് പണിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറ്റിയ 5 അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും നല്ല നല്ല അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു റവന്യൂ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കാണ്. അത് നല്ലതായാലും മോശമായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം മോശമായിട്ടുള്ള ഒരു കമൻറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. നല്ല ഫീഡ്ബാക്ക് തരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇനി വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്റ്റാണോ ഈ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊന്നും പല വീഡിയോസിലൊന്നും അത് പറയാറൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.